വെൽക്കം ടു ദിസ് ചാനൽ. ഈ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ കരോലിൻ ഷെർവിൻ ബെയ്ലി എഴുതിയ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന കഥയുടെ മലയാള പരിഭാഷയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥയുടെ ആദ്യ ഭാഗം കാണുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് സന്ദർശിക്കുക. ഒക്ടോബർ ശനിയാഴ്ച ഒരു ആൺകുട്ടിക്ക് വിരസമായി തോന്നി. അവൻ അക്കാര്യം അമ്മയോട് പറഞ്ഞു. വിരസത അകറ്റാൻ പലവിധ നിർദ്ദേശങ്ങളും അമ്മ മുന്നോട്ട് വെച്ചു. ഇതിനകം അവൻ അതെല്ലാം ചെയ്തിരുന്നു. പിന്നീട് അവൻ്റെ മുത്തശ്ശി അവൻ്റെ അമ്മയോട് വിരസത അകറ്റാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ചുമന്ന നിറത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു വീട് കണ്ടെത്താൻ. ജനലുകളും വാതിലുകളും ഇല്ലാത്ത ഒരു വീട്, പക്ഷേ ചിമ്മിനിയും വീടിൻ്റെ ഒത്ത നടുവിലായി നക്ഷത്ര ചിഹ്നവുമുണ്ട്. ആ ഒരു ടാസ്ക് അവന് രസകരമായി തോന്നി. അവൻ അത് ഏറ്റെടുത്തു. ആ വീട് തേടിയുള്ള യാത്രയാണ് കഥാസന്ദർഭം. ഇനി കഥയുടെ ബാക്കി ഭാഗം പരിഭാഷപ്പെടുത്തി പറയാം. There was just one more house to check, and that was Mr. Fetze's house at the end of the block. ഇനി ആ ബ്ലോക്കിൻ്റെ അറ്റത്തുള്ള മിസ്റ്റർ ഫെഡ്സറുടെ വീട് കൂടി മാത്രമേ പരിശോധിക്കാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വീടുകളും അവന് തിരഞ്ഞു നോക്കി. അതെല്ലാം തന്നെ വൃത്താകൃതിയിലുള്ള ചുമന്ന നിറത്തിലുള്ള ചെറിയ വീട് ആയിരുന്നില്ല. ജനലുകളും വാതിലുകളും ഇല്ലാത്തത് ആയിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞ രീതിയിലുള്ള വീട് ആയിരുന്നില്ല അതൊന്നും തന്നെ. മിസ്റ്റർ ഫെഡ്സർ ഹാഡ് ലീവ്ഡ് ഇൻ ദ നൈബർഹുഡ് ലോങ്ങർ ദാൻ എനിവൺ. മറ്റാരേക്കാളും കൂടുതൽ കാലം മിസ്റ്റർ ഫെഡ്സർ ആ അയൽവക്കത്ത് താമസിച്ചിട്ടുണ്ട്. Years and years ago, there were many farms in a Bridgewater, but one by one the land had been sold, and houses were built where there had once been field of Jersey tomatoes and white corn. Mr. Fetze's farm was the last one left in the neighborhood. He ran a small farm stand and sold the fresh fruits and vegetables he grew in his gardens and orchards. മറ്റൊരാൾക്കാളും കൂടുതൽ കാലം മിസ്റ്റർ ഫെഡ്സർ ആണ് ആ അയൽവക്കത്ത് താമസിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിഡ്ജ് വാട്ടറിൽ ധാരാളം വയലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം നന്നായിട്ട് വിറ്റുപോയിരുന്നു. ഒരു കാലത്ത് ധാന്യങ്ങളും കിഴങ്ങുകളും വളർന്നിരുന്ന വയലുകളിൽ വീടുകൾ പണിയുകയും ചെയ്തിരുന്നു. മിസ്റ്റർ ഫെഡ്സറിൻ്റേതായിരുന്നു ആ പരിസരത്തുണ്ടായിരുന്ന അവസാന ഫീൽഡ്. അവിടെ ഒരു ചെറിയ പഴക്കട നടത്തി നല്ല പഴങ്ങളും പച്ചക്കറികളും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്നും വിൽക്കുകയും ചെയ്തിരുന്നു. If anyone knows where that house is, he should, the little boy reasoned. ആ വീട് എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഫെഡ്സറിന് മാത്രമായിരിക്കും, അവൻ ചിന്തിച്ചു. So up he trudged to the Mr. Fetzer's barn and peered inside. അവൻ മിസ്റ്റർ ഫെഡ്സറിൻ്റെ കളപ്പുരയിലേക്ക് ബുദ്ധിമുട്ടി നടന്നു കയറി അകത്തേക്ക് സൂക്ഷിച്ചു നോക്കി.
There was the farmer packing apples into boxes. അവിടെ മിസ്റ്റർ ഫെഡ്സർ ആപ്പിളുകൾ പെട്ടികൾക്കുള്ളിലാക്കി കെട്ടുകയായിരുന്നു. ഇവിടെ ഫാർമർ എന്ന് ഉദ്ദേശിച്ചിരുന്നത് ഫെഡ്സറിനെയാണ്. ഹി ലുക്ക്ഡ് അപ്പ്. വൈ ഹലോ ദേർ യങ് ഫെല്ലർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? മുഖമുയർത്തി അദ്ദേഹം അവനോട് ചോദിച്ചു, ഹലോ സുഹൃത്തെ, എന്ത് വേണം? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സിഡർ. എൻ്റെ ആപ്പിൾ സിഡറിൻ്റെ സ്വാദ് നോക്കാൻ വന്നതാണോ? ഹി പോട്ട് എ കപ്പ് ആൻഡ് ഹാൻഡഡ് ഇറ്റ് ടു ദ ലിറ്റിൽ ബോയ്. സിഡർ ഒരു കപ്പിൽ ഒഴിച്ച് അവന് നേർക്ക് നീട്ടി. ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക് ഇറ്റ് ഡൗൺ ഗ്രേറ്റ്ഫുള്ളി. അവൻ നന്ദിപൂർവ്വം അത് കുടിച്ചു. കുടിച്ചു. ഹണ്ടിങ് ഫോർ ഹൗസസ് വാസ് തസ്റ്റി വർക്ക്. വീടുകൾ അന്വേഷിച്ചുള്ള യാത്ര ദാഹമുണ്ടാക്കുന്നതാണ്. ദ സിഡർ ടേസ്റ്റഡ് സ്വീറ്റ് ആൻഡ് ടാർട്ട് ഓൾ അറ്റ് ദ സെയിം ടൈം. മധുരവും കയ്പും ഒരുപോലെ ഉള്ളതായിരുന്നു സിഡർ. താങ്ക്സ് ഫോർ ദ സിഡർ, ദ ലിറ്റിൽ ബോയ് സെഡ്. സിഡർ തന്നതിന് നന്ദി, ആ കൊച്ചുകുട്ടി പറഞ്ഞു. മിസ്റ്റർ ഫെഡ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? മിസ്റ്റർ ഫെഡ്സർ, താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഐ ആം ലുക്കിംഗ് ഫോർ എ ഹൗസ്. ഞാനൊരു വീട് അന്വേഷിക്കുകയാണ്. ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുകയാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്മിനി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. എങ്ങനെയുള്ള വീടാണ്? വൃത്താകൃതിയിലുള്ള ചുമന്ന ചായം തേച്ച, കഥകളുമില്ലാത്ത, ജനലുകളും കഥകുകളും ഇല്ലാത്ത, മുകൾഭാഗത്ത് ചിമ്മിനിയുള്ള, വീടിൻ്റെ മധ്യത്തിൽ നക്ഷത്രമുള്ള ഒരു വീടാണ് അവൻ അന്വേഷിക്കുന്നത്. മൈ മദർ സൈസ് യു ഹാവ് ലീവ്ഡ് ഹിയർ ലോങ്ങർ ദാൻ എനിബഡി. എൻ്റെ അമ്മ പറയുന്നു, നിങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ കാലം ഇവിടെ താമസിച്ചിട്ടുണ്ട്. ആൻഡ് ഷീ ഫൗണ്ട് ദ ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്. എൻ്റെ പ്രായത്തിൽ എൻ്റെ അമ്മ ആ വീട് കണ്ടെത്തിയിട്ടുണ്ട്. സോ ഐ തോട്ട് യു മൈറ്റ് നോ വേർ ഇറ്റ് ഇസ്. അതുകൊണ്ട് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് അതെവിടാണെന്ന് അറിയാം. മിസ്റ്റർ ഫെഡ്സർ സ്മൈൽഡ്. മിസ്റ്റർ ഫെഡ്സർ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സീംസ് ടു മീ ഐ റിമെമ്പർ യുവർ മദർ വെൻ ഷീ വാസ് ജസ്റ്റ് എ ലിറ്റിൽ ഗേൾ. ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്ന നിങ്ങളുടെ അമ്മയെ ഞാൻ ഓർക്കുന്നു. സീംസ് ടു മീ ഷീ കെയിം ടു ഫൈൻഡ് മീ ഓൺ എ ഡേ ജസ്റ്റ് ലൈക്ക് ടുഡേ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലൊരു ദിവസം നിന്റെ അമ്മ എന്നെ കാണാനായി ഇവിടെ വന്നിരുന്നു. Seems to me that she was looking for a house too, just like the one you have described. നീ പറഞ്ഞതുപോലെയുള്ള ഒരു വീട് അന്വേഷിച്ചായിരുന്നു നിന്റെ അമ്മയും ഇവിടെ വന്നതെന്ന് തോന്നുന്നു. Seems to me that she was looking for a house too, just like the one you have described, and seems to me I know just where to send her. അവളെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചതെന്നും ഞാൻ ഓർമ്മിക്കുന്നു. I know just where to send her. The farmer walked outside and pointed to his orchards upon a little hill. അദ്ദേഹം പുറത്തേക്ക് നടന്ന് ഒരു ചെറിയ കുന്നിൻ മുകളിൽ തൻ്റെ തോപ്പുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സീ ദോസ് ട്രീസ്.
ആ മരങ്ങൾ കാണുന്നില്ലേ? റൺ അപ്പ് ദെയർ ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട് ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. നീ എന്തിനു വേണ്ടിയാണോ നോക്കുന്നത് അങ്ങോട്ട് ഓടിച്ചെന്ന് ചുറ്റുമൊന്ന് നോക്ക്. നീ എന്തിനു വേണ്ടിയാണോ നോക്കുന്നത് അതവിടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ അത് കണ്ടെത്താൻ നിനക്ക് കഴിയും. The little boy ran across the field and up the hill. അവന് വയലിന് കുറുകെ കുന്നിൻ മുകളിലേക്ക് ഓടി. He stood under one of the apple trees and looked all around. ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൻ ചുറ്റും നോക്കി. The wind was blowing a dancing breeze and it blew a red apple right off the tree. കാറ്റ് നൃത്തം വെച്ചുകൊണ്ട് വീശുന്നുണ്ടായിരുന്നു. നന്ദി. The apple landed at his feet. ആപ്പിൾ അവന്റെ കാൽച്ചുവട്ടിലാണ് വീണത്. Picking it up, the little boy took a closer look. അവൻ അതെടുത്ത് സൂക്ഷിച്ചു നോക്കി. A little round red house with no windows and no doors. ജനലുകളും വാതിലുകളും ഇല്ലാത്ത ചെറിയ ഉരുണ്ട ചുവന്ന വീട്. He said, turning it and looking at its shiny round red surface. അത് തിരിച്ചുകൊണ്ട് അതിനെ തിളങ്ങുന്ന ചുവന്ന പ്രതലത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. A chimney on the top, he said, touching the stem. അതിനെ തണ്ടിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു, മുകളിൽ ഒരു ചിമ്മിനി. A star in the middle. പക്ഷേ നക്ഷത്ര ചിഹ്നം എവിടെ? He put the apple in his raincoat pocket and ran all the way home. ആപ്പിൾ മഴക്കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവൻ വീട്ടിലേക്ക് ഓടി. മോം, he cried, I think I found it. അമ്മേ, ഞാനിത് കണ്ടുപിടിച്ചു, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. His mother smiled when he took the apple out of his pocket and handed it to the. His mother smiled when he took the apple out of his pocket and handed it to her. പോക്കറ്റിൽ നിന്നും ആപ്പിൾ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അമ്മ പുഞ്ചിരിച്ചു. I think you did too. നീയും അത് കണ്ടെത്തി. ടു എന്ന് പറഞ്ഞാൽ ആൾസോ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. She said. അമ്മ പറഞ്ഞു. A little round red house with no windows and no doors and a chimney on top. ചെറിയ ഉരുണ്ട ജനലുകളും വാതിലുകളുമില്ലാത്ത മുകളിൽ ചിമ്മിനിയുള്ളൊരു ചുമന്ന വീട് നീയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ബട്ട് വേർ ഇസ് ദ സ്റ്റാർ? ഹി ആസ്ക്ഡ്. പക്ഷേ എവിടെയാണ് നക്ഷത്രം? അവൻ ചോദിച്ചു. അവൻ ആരാഞ്ഞു. ഷീ പിക്ഡ് അപ്പ് എ ഷാർപ്പ് നൈഫ് ഫ്രം ദ ടേബിൾ. ടേബിളിൽ നിന്നും ഒരു മൂർച്ചയുള്ള കത്തി. നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി. ഷാർപ്പ്, മൂർച്ചയുള്ള ഒരു കത്തി എടുത്തു. Placing the apple on its side on a plate. Placing the apple on its side on a plate, she cut it in half right through its middle. And there in the center was a star. അവൻ്റെ അമ്മ ഒരു മൂർച്ചയുള്ളൊരു കത്തി എടുത്തു. ആപ്പിള് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അത് കൃത്യം മധ്യത്തിലൂടെ മുറിച്ചു. അവിടെ കൃത്യം മധ്യത്തിൽ നക്ഷത്രം ഉണ്ടായിരുന്നു. ആപ്പിൾ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് സീഡൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് നക്ഷത്ര ചിഹ്നമായിട്ടാണ്
അത് കാണപ്പെടുന്നത്. ഓ ഹൗ വണ്ടർഫുൾ, ഓ അതിശയകരം. ദർ ഇൻസൈഡ് ദ ആപ്പിൾ ലേ എ സ്റ്റാർ ഹോൾഡിംഗ് 5 ബ്രൗൺ സീഡ്സ്. ആപ്പിളിനകത്ത് തവിട്ട് നിറമുള്ള 5 വിത്തുകളുള്ള നക്ഷത്രം. സീഡ്സ് എന്ന് പറഞ്ഞാൽ വിത്തുകൾ. ഇറ്റ് ഈസ് ടു വണ്ടർഫുൾ ടു ഈറ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർ, ഇസിൻറ്റ് ഇറ്റ്. നക്ഷത്രത്തിലേക്ക് നോക്കാതെ ഇത് തിന്നുക എന്നത് വളരെ അതിശയകരമാണ്, അല്ലേ? ദ ലിറ്റിൽ ബോയ് സെഡ് ടു ദിസ് മദർ. അവൻ അമ്മയോട് ഇത് പറഞ്ഞു. യെസ് ഇൻഡീഡ് ആൻസേർഡ് ഹിസ് മദർ. അതെ, തീർച്ചയായും അവൻ്റെ അമ്മ പറഞ്ഞു. അവന് തേടിയ ആ വീട് എന്ന് പറയുന്നത് ഈ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ആ കൊച്ചു ആൺകുട്ടി തേടിയ ആ വീട് എന്നത് ഒരു ആപ്പിളായിരുന്നു. വൃത്താകൃതിയിലുള്ള ചുമന്ന വീട് ആപ്പിളാണ്. അതിന് ജനലുകളില്ല, കതകില്ല, പക്ഷേ അതിൻ്റെ ഞെടുപ്പ് ചിമ്മിനിയായിട്ടും അത് മധ്യത്തിലൂടെ മുറിക്കുമ്പോൾ ഒത്ത മധ്യത്തിലായിട്ട് അതിൻ്റെ സീഡ് ഇരിക്കുന്ന ഭാഗം നക്ഷത്ര ചിഹ്നമായിട്ടാണ് കാണപ്പെടുക. കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.